നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി ഡിവൈൻ റെവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. സർവരുഹ രോഹവരാഹ സർവകഷ്ട വിദ്വേഷണം. ഓണം വന്നെത്തിക്കഴിഞ്ഞു. ഇന്ന് വന്നിട്ട് ഉത്രാടം. മാത്രമല്ല തിരുപുഷ്കര യോഗവും ഇന്നുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾ ഏത് കാരണം കൊണ്ടും ഇത് മിസ് ചെയ്യരുത്. ഈ ഒരു പരിഹാരം മാത്രം ചെയ്താൽ മതി. ഇതിന് പൂജയില്ല, കുളിക്കണമെന്നും കൂടെ ആവശ്യമില്ല. ഇത് ചെയ്താൽ സ്വർണം, പൊന്ന് എന്നത് മല പോലെ കുമിഞ്ഞുകൂടും എന്നാണ് ഐതിഹ്യം. അത് എന്താണെന്ന് ഇന്നത്തെ പതിവിൽ നമുക്ക് നോക്കാം. അതും 3 നാളുകളിൽ നടന്നു കിട്ടും. ഇതിന് യാതൊരുവിധ കഷ്ടവും ഇല്ല. ചുമ്മാ ഒരു ടെസ്റ്റിങ്ങിനായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. അതിനു മുന്നേ ഇത് വന്നിട്ട് പഞ്ചമി തിഥി അപ്ഡേറ്റ് ആണ്. തേയ്പിറ പഞ്ചമി വരുന്നത് സെപ്റ്റംബർ 1 ചൊവ്വാഴ്ചയാണ്. ഓഗസ്റ്റ് 31 തിങ്കളാഴ്ച രാത്രി 9 മണിയോടുകൂടി പൂജാ, വഴിപാട്, യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. നമ്മുടെ ചാനൽ മുന്നേ ഫോളോ ചെയ്ത് വരുന്നവർക്ക് എല്ലാ പ്രൊസീജിയേഴ്സും അറിയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് നിങ്ങൾക്കും ചേരണച്ചാൽ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ്. ആദ്യം എല്ലാം അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കൊള്ളുക. വീണ്ടും പക്ഷത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ വേണ്ടുതൽ വെച്ച് പൂജയിൽ പങ്കെടുക്കാവുന്നതാണ്. ജ്യോതിഷത്തിൽ വന്നിട്ട് തിരുപുഷ്കര യോഗം അതെന്നത് ഒരു മംഗളകരമായ യോഗം. തിരുപുഷ്കര യോഗത്തെ പറ്റി മുന്നാടിയെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഈ നാളിൽ വന്നിട്ട് നമ്മൾ എന്ത് വാങ്ങുന്നുവോ അത് വന്നിട്ട് 3 ഇരട്ടി പേരുകം നമുക്ക് കിട്ടും. ഇത് ഐതിഹ്യം പറയുന്നത്. അതിനാലെയാണ് ഇതിനെ തിരുപുഷ്കര യോഗം എന്ന് കണക്കാക്കുന്നത്. സിംപിളി പറയുകയാണെങ്കിൽ ഒരു കുറിപ്പിട്ട തിഥി, ഒരു കുറിപ്പിട്ട ദിവസം, ഒരു കുറിപ്പിട്ട നക്ഷത്രം, ഇവ മൂന്നും ചേർന്നിരിക്കുമ്പോൾ ഒരു യോഗമുണ്ട്. ഈ യോഗത്തിൽ ഒരുത്തർ വന്ന് ഒരു അശുഭമായിട്ടുള്ള ഒരു കാര്യം ചെയ്താൽ അതിൻ്റെ ഫലമായിരിക്കും നമുക്ക് 3 മടങ്ങ് തിരിച്ചു കിട്ടുന്നത്. അതിനാൽ ഈ നേരത്തിൽ വന്നിട്ട് നമ്മൾ ഒത്തിരി ഗൗരവമായിട്ട് ഇരിക്കണം. അതായത് ഏത് നമ്മൾ ചെയ്യുന്നുവോ അത് 3 മടങ്ങ് നമുക്ക് കിട്ടും എന്നതിനാല് നമ്മൾ തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. നല്ലത് ചെയ്താൽ നമുക്ക് അത് തന്നെ 3 മടങ്ങ് കിട്ടും. അതിനാലെയാണ് ഈ നാളിൽ വന്നിട്ട് നിങ്ങൾ സ്വത്ത്, ലാൻഡ് വാങ്ങിക്കോളൂ, സ്വർണം വാങ്ങിക്കോളൂ, വെള്ളി വാങ്ങിക്കോളൂ എന്നൊക്കെ പറയുന്നത്. കാരണം അത് നിങ്ങൾക്ക് 3 മടങ്ങ് അധികമായിട്ട് വർദ്ധിച്ച് കിട്ടും. ഈ യോഗം വന്നിട്ട് ചില സമയത്ത് മാസം മുമ്പേ വരും, ചില മാസങ്ങളിലോ ഇത് വരവേ വരില്ല. അതിനാൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു കാരണം കൊണ്ടും മിസ്സാക്കരുത്. ഇത് വന്നിട്ട് ഒത്തിരി ശക്തിയാർന്ന ഒരു നാള്. ഈ നാളിൽ വന്നിട്ട് നിങ്ങൾ ഈ പരിഹാരത്തെ ചെയ്തു എന്നാൽ അടുത്ത തിരുപുഷ്കര യോഗത്തിനുള്ളിൽ നിങ്ങൾക്ക് തങ്കം വാങ്ങാനുള്ള ഒരു അവസരം കിട്ടും, യോഗം ഉണ്ടാവും. ഞാൻ അന്ന് മുന്നേ പോട്ടിയ ഒരു പതിവിൽ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ഒരു കായ്ക്കുടുക്കയിൽ പൈസ ഇടുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ ചിട്ടി കെട്ടുന്നത്, സ്വർണം ഇപ്പോൾ ജ്വല്ലേഴ്സിലൊക്കെ ചിട്ടി ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾ വെക്കുന്നത്, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ വേറൊന്ന് പുതിയ ഡ്രസ്സ് വാങ്ങുക, ഇതൊക്കെ ഈ നാളിൽ ചെയ്തോളുക. എന്നാൽ ഒരു കാരണവശാലും നിങ്ങൾ ആരോടും ബഹളം ഉണ്ടാക്കുകയോ വഴക്കുണ്ടാക്കുകയോ അതുപോലെ കടം വാങ്ങിക്കാൻ പാടില്ല. പിന്നെ മെയിൻലി കല്യാണം ചെയ്യാൻ പാടില്ല. കല്യാണം ഇന്നത്തെ ദിവസം തിരുപുഷ്കര യോഗം ഇരിക്കുന്ന ദിവസം ചെയ്യാൻ പാടില്ല. കടം വാങ്ങാൻ പാടില്ല. കോർട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ, ഒരു കേസ് വല്ലതും ഫയൽ ചെയ്യുന്നെങ്കിൽ ഇന്നത്തെ ദിവസം ചെയ്യാൻ പാടില്ല. കാരണം ഇതൊക്കെ നിങ്ങൾ ചെയ്താൽ അത് വീണ്ടും തിരിച്ച് നിങ്ങൾക്ക് അത് തന്നെ 3 ഇരട്ടി വന്നിട്ടേ ഇരിക്കും. അതായത് തിക്തഫലങ്ങൾ. ഇന്ന് ചൊവ്വാഴ്ച ഓഗസ്റ്റ് മാസം 25 തിരുപുഷ്കര യോഗം വരുന്നത്, ഉത്രാടം ദിനം. കൂടാതെ പ്രദോഷവും ഇരിക്കുന്നുണ്ട്. ഈ നാളില് ഒരുത്തർ വന്നിട്ട് ഒരു അശുഭകരമായ കാര്യം ചെയ്താല് അതിന്റെ ബലം എന്നത് 3 മടങ്ങ് നമുക്ക് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. ഈ തിരുപുഷ്കര യോഗത്തിൽ നമ്മൾ ഈ ചെയ്യുന്ന വഴിമുറ വന്നിട്ട് കുളിച്ചിട്ട് തന്നെ ചെയ്യണമെന്നൊന്നും ഇല്ല. അതുപോലെ തന്നെ പൂജ ചെയ്യണം എന്നൊരു ആവശ്യവും ഇല്ല. വിളക്ക് വെച്ചിട്ട് ചെയ്യണമോ എന്ന് ചോദിച്ചാൽ അത് ചെയ്യാം, അതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ നിങ്ങൾ വിളക്ക് വെക്കാതെ ചെയ്താലും ഒന്നും പ്രശ്നമില്ല. ആൺപെൺ ആർക്കും ഇത് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചിട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചാലും ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾ ഫേസ്റ്റിൽ ഒരു വിരിപ്പ് വിരിച്ചിട്ട് ഒരിടത്ത് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസിലോട്ട് ഇരുന്നോളുക. കിഴക്ക് വശം നോക്കിയോ അല്ലെങ്കിൽ വടക്ക് ദിശ നോക്കിയോ നിങ്ങൾ ഇരുന്നോളുക. ഇത് വന്നിട്ട് ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ്. ഇങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ നമ്മൾ ഒരു പൊരുളിനെ വന്ന് ഇങ്ങനെ ഈർക്കുന്നത്.
തങ്കത്തെ നമ്മൾ വശീകരിക്കുന്നത്, അതുപോലെ പണത്തെ നമ്മൾ വശീകരിക്കുന്നത്. അങ്ങനെ ഒരു മുറയിലാണ് നമ്മളിത് ചെയ്യുന്നത്. സ്വർണത്തെ സംബന്ധിച്ച് ലോ ഓഫ് അട്രാക്ഷൻ മുറപ്പടി നിങ്ങൾ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്കിട്ട് സ്വർണം വന്ന് ചേരും. അതും ഈ തിരുപുഷ്കര നാളിൽ തന്നെ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ഇന്ന് തന്നെ ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് വഴി ഈ പരിഹാരം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കിട്ടിയിരിക്കും. ഈ വിൽക്കുന്ന വിലയിൽ നമുക്ക് സ്വർണം വാങ്ങുക എന്നത് എല്ലാവർക്കും ഒരു വലിയ ടാസ്ക് ആണ് അല്ലേ? ഒരു ചിലർക്കിട്ട് മാത്രം ഇങ്ങനെ സ്വർണം ചേർന്നിട്ടേ ഇരിക്കുന്നു. എന്നാൽ ഒരു ചില പേർക്ക് നോക്കിയാലോ, വാങ്ങണ സ്വർണവും എല്ലാം ഗോൾഡ് ലോൺ എന്ന് പറഞ്ഞിട്ട് പണയം വെക്കാനായിട്ട് എടുത്ത് അങ്ങനെ പോകുന്നു. അത് തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുന്നവര്. ആത്മീകമായ ഒരു പരിഹാരം എന്താ വെച്ചാല്, നമ്മൾ വിശ്വാസം ഇരുന്നാൽ മാത്രമേ ഇത് ഫലിക്കുകയുള്ളൂ. എന്നാല് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് വിശ്വാസം അത്യാവശ്യമാണ്. എന്നാല് ഒരു ചില പരിഹാരങ്ങൾക്ക് വന്നിട്ട് വിശ്വാസം ഇല്ലെങ്കിൽ കൂടെയും പോകുന്ന പോക്കില് ആ കാര്യം ചെയ്തിട്ട് പോയാല് അത് വന്നിട്ട് ഏതോ ഒരു തരത്തില് നിങ്ങൾക്ക് വന്ന് സ്വർണത്തിനെ കൊണ്ടുവന്ന് ചേർത്ത് തരും. ഇത് വന്നിട്ട് ഒരു ഏഞ്ചൽ നമ്പറിനെ വച്ച് ചെയ്യുന്ന പരിഹാരമുറ. നിങ്ങൾക്ക് നടക്കാത്ത കാര്യങ്ങൾ കൂടെ നടത്തി കൊടുക്കുന്ന ഒരു ഏഞ്ചൽ നമ്പര്, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതും ഈ പരിഹാരം ചെയ്ത് 3 നാൾ കൊണ്ട് നിങ്ങൾക്ക് അതിശയം നടക്കും. നിങ്ങൾക്ക് അതിശയം നടന്നാല് മറക്കാതെ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പോൾ അത് മറ്റവങ്ങൾക്കും അത് യൂസ് ആവുള്ളൂ. ശരിയാ? ശരി, ഇനി നമുക്ക് ഇതൊക്കെ എന്തൊക്കെ തേവയെന്ന് ചോദിച്ചാല് ഒരു വൈറ്റ് കളർ ഷീറ്റ് എടുത്തോളുക, പേപ്പർ എടുക്കുക, നോട്ടോ ഡയറിയോ എന്ത് വേണാലും നിങ്ങൾക്ക് എടുக்கலாம். അതുപോലെ ഒരു ചില പേർക്ക് ഇനി ഡൗട്ട് കാണും, വരയിട്ടതോ വരയിടാത്തതോ എന്നൊക്കെ. അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളുടെ കയ്യിൽ ഏത് കിട്ടുന്നുവോ അത് നിങ്ങൾ എടുത്തോളുക. അതില് ഫസ്റ്റിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ ഒരു സ്തുതി എഴുതിക്കോളുക. ഇപ്പോ ഓം വരാഹി ദേവിയേ നമഃ ഇത് എഴുതിയല്ലോ. ഇത് വന്നിട്ട് ലോ ഓഫ് അട്രാക്ഷൻ വെച്ചിട്ടായാലും നമ്മുടെ ഒരു വിശ്വാസം വെച്ചിട്ടായാലും നമ്മൾ ഇത് ചെയ്തിട്ട് തുടങ്ങുന്നതാണ് ശുഭം. ഇനി നിങ്ങളുടെ വേണ്ടതൽ എന്ന് വെച്ചാൽ നമ്മുടെ തകതിക്കനുസരിച്ച്, അതായത് നമുക്ക് വന്നു ചേരാനുള്ളതൊക്കെ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമുക്കിപ്പോ ഒരു പവൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് 100 പവൻ ആഗ്രഹിക്കാൻ 100 പവൻ വേണമെന്ന് എഴുതാൻ പാടില്ല. മനസ്സിലായില്ലേ? ആ ഒരു ലെവല്. സോ നിങ്ങളുടെ തകതിക്കേറ്റ മാതിരി നിങ്ങളുടെ വേണ്ടുതല് ആ പേപ്പറിൽ നിങ്ങൾ എഴുതിക്കൊള്ളുക. അപ്പൊ നിങ്ങൾ ചോദിക്കുക, എന്താ എനിക്ക് 100 പവന്റെ സ്വർണം വേണമെന്ന് ആഗ്രഹിക്കാൻ പാടില്ലേ എന്ന്? ആഗ്രഹിക്കാം, അതിൽ യാതൊരു തെറ്റും ഇല്ല. ദൈവം നമുക്ക് ഏതെങ്കിലും ഒരു വിധത്തില് പെട്ടെന്ന് ഒരു അദൃഷ്ടം നമുക്ക് കിട്ടും. എന്നാൽ ഈ മെത്തേഡിന് വന്നിട്ട് നമ്മൾ ഒരു കാരണവശാലും നമുക്ക് അനർഹമായ, നമുക്ക് അർഹിക്കാൻ പാടില്ലാത്ത നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. നമുക്ക് തകതിയിരിക്കുന്നത് മാത്രമേ നമ്മൾ ആഗ്രഹിക്കാൻ പാടുള്ളൂ. അടുത്ത് നിങ്ങൾ എഴുതേണ്ടത് ആ പേപ്പറിൽ തന്നെ നിങ്ങളുടെ വേണ്ടുതൽ. നിങ്ങൾക്കിപ്പോൾ ഒരു 5 പവന്റെ സ്വർണം വേണം എന്ന് നിങ്ങൾ മനസ്സിൽ കരുതിയെങ്കിൽ എനിക്ക് 5 പവന്റെ സ്വർണം കിട്ടി, അത് നടന്നു കഴിഞ്ഞു എന്ന് നിങ്ങൾ ആ പേപ്പറിൽ എഴുതിക്കോളുക. ഞാൻ അഗൈൻ റിപ്പീറ്റ് ചെയ്യാം. ആദ്യം നിങ്ങളൊരു വൈറ്റ് ഷീറ്റ് എടുത്തോളുക. അത് വരയിട്ടതായാലും ഇടാത്തതായാലും പ്രശ്നമില്ല. അതിന്റെ മേലെ നമ്മുടെ ഇഷ്ടദൈവത്തിന്റെ ഒരു സ്തുതി എഴുതിക്കോളുക. എന്നതിന് ശേഷം ഇപ്പൊ നമുക്ക് എന്താണ് ആവശ്യം, ഇപ്പൊ നമുക്കൊരു 50,000 രൂപ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ടത് എന്താ വെച്ചാല്, എനിക്ക് 50,000 രൂപ കിട്ടി, എന്റെ ആവശ്യം നടന്നു, അങ്ങനെ എഴുതുക. മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു 5 പവനാണ് വേണ്ടിയതെങ്കിൽ എനിക്ക് 5 പവന്റെ സ്വർണം കിട്ടി, ഞാൻ സന്തോഷവാനായിട്ട് ഇരിക്കുന്നു, അങ്ങനെ എഴുതുക. പോസിറ്റീവായിട്ട് എഴുതുക. ദെൻ അതിന്റെ താഴെയായിട്ട് നിങ്ങൾ 33 തവണ 369 ഈ ഏഞ്ചൽ നമ്പറാണ് നിങ്ങൾ എഴുതേണ്ടത്. ഈ 369-ല് 3 എന്നത് ഗുരുവെ കുറിക്കக்கூடிയത്, 6 എന്നത് ശുക്രനെ കുറിക്കக்கூடிയത്, 9 എന്നത് ചൊവ്വ ഭഗവാനെ കുറിക്കக்கூடிയത്. 369 ടെസ്ല മാനിഫെസ്റ്റേഷൻ അതൊക്കെ ഞാൻ ഒത്തിരി തവണ പതിവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് ബാക്കിലോട്ട് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ 369 വന്നിട്ട് ഒത്തിരി ശക്തിയാർന്ന നമ്പർ എന്ന് പറയപ്പെടുന്നത്. ഇതിൽ വന്നിട്ട് ഗുരുവോട് അരുളും ശുക്രനോട് അരുളും നമുക്ക് ഇരുന്നാലേ നമുക്ക് പൊന്നും പൊരുളും ചേരുള്ളൂ, സ്വർണം വന്ന് ചേരുള്ളൂ എന്ന്. ഗുരുവിനെ വന്നിട്ട് പൊന്നൻ എന്നൊരു പേരിലും അറിയപ്പെടുന്നു. ഈ ഗുരു ഭഗവാന്റെ അരുൾ ഇരുന്നാൽ മാത്രമേ നമുക്ക് സ്വർണം വന്ന് ചേരത്തോളൂ. അതിലിരിക്കുന്ന 6 എന്നത് ശുക്രനെ കുറിക്കக்கூடிയതില്ലയാ. இந்த ശുക്രനോട് അരുൾ ഇരുന്നാലേ നമുക്ക് വീട്, ഭൂമി, ലാൻഡ്, പൊന്ന്, പൊരുള് എല്ലാം വന്നു ചേരും. ഒന്ന് നോക്കിയാല് വെള്ളി ലോഹത്തിന്റെ അധിപൻ ആരെന്ന് ചോദിച്ചാല് അത് വന്നിട്ട് ശുക്ര ഭഗവാനാണ്. അടുത്ത 9 എന്നത് നമുക്ക് എല്ലാവർക്കും അറിയും, ചൊവ്വ ഭഗവാൻ. ഭഗവാന് കുരുകിയ നമ്പര്, മുരുക ഭഗവാന് കുരുകിയ നമ്പര്. ഇങ്ങനെ 33 തവണ 33 ടൈംസ് നിങ്ങൾ ഈ നമ്പർ എഴുതിക്കോളുക. ഇത് നമ്മൾ
ഇന്നത്തെ ദിവസം എഴുതിയല്ലോ, ഇത് കഴിഞ്ഞിട്ട് അടുത്ത് നാളെ വന്നിട്ട് നിങ്ങൾ അതിന്റെ മറുപുറത്തിൽ വന്നിട്ട് ഈ 369 എന്ന നമ്പർ വന്നിട്ട് താഴെ 33 തവണ എഗെയിൻ എഴുതിക്കൊള്ളുക. അതിന്റെ അടുത്ത നാൾ വന്നിട്ട് മൂന്നാമത്തെ നാൾ വന്നിട്ട് സൈഡിലായിട്ട് വീണ്ടും നിങ്ങൾ ഉള്ള സ്ഥലത്തിൽ വന്നിട്ട് ഈ 369 എന്ന നമ്പറെ 33 തവണ വീണ്ടും എഴുതിക്കൊള്ളുക. മനസ്സിനുള്ളിലെ നിങ്ങൾക്ക് വേണ്ടിയ സ്വർണവും പണവും ഒക്കെ കിട്ടി എന്ന് വിശ്വസിച്ചോളുക. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, ആദ്യം നിങ്ങൾ വിശ്വാസമേ വയ്ക്കണ്ട എന്ന് പറഞ്ഞില്ലേ, പിന്നെ ഇപ്പൊ എന്തിനാണ് വിശ്വാസം വച്ച് എഴുതൂ എന്ന് പറയുന്നതെന്ന്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, നിങ്ങൾ ആ നമ്പറിനെ വിശ്വസിച്ചില്ല എങ്കിലും നിങ്ങളുടെ മനസ്സിലുള്ള വിശ്വാസം, എനിക്കത് കിട്ടും, എനിക്കത് കിട്ടിക്കഴിഞ്ഞു, അങ്ങനെ ഒരു വിശ്വാസത്തോടെ നിങ്ങളിത് ചെയ്തോളൂ. നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ കൈകളിൽ അത് കിട്ടിയിരിക്കും. അടുത്ത മാസത്തെ തിരുപുഷ്കര യോഗത്തിനുള്ളിൽ നിങ്ങളുടെ കൈകളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ചത് എത്തിയിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിച്ചോളുക, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളുക. ഇന്നത്തെ പതിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങളറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി ഒരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.